ഇനിയിപ്പോ ഇതേമാതിരി ഇപ്പൊ ശരിയാക്കിയിട്ട് ആരെയും യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ അടക്കം ജീവൻ പോകുമ്പോഴേക്കാണ് ആകെ ഇതായിട്ട് വരിക. വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൽ പോകണ കഴിഞ്ഞല്ലേ കഥ. പഞ്ചായത്തിനെയും അതുപോലെ നിലവിലുള്ള MLA അതുപോലെ എല്ലാ ആളുകളെയും ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതിന് യാതൊരു മൂവിങ്ങും ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പും കുറുവയും ചേർത്തുകൊണ്ടുള്ള മുത്തിയാർ കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലമുണ്ട്. ഇതിനോട് ചുറ്റുവട്ടത്ത് ഭയങ്കര രസകരമായിട്ടുള്ള പാടങ്ങളുണ്ട്. തൊട്ടടുത്തായിട്ടുള്ള ഒരു അമ്പലമുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. പക്ഷെ ഇന്ന് ആ പാലം വളരെ വലിയൊരു അപകടാവസ്ഥയിലാണ്. ഏകദേശം 45 വർഷത്തിലധികം പഴക്കമുള്ള ഈ പാലം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അപകടാവസ്ഥയിലാണ് ഉള്ളത്. ഇതിലൂടെ കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ട്, അമ്പലത്തിലേക്കുള്ള ആളുകൾ യാത്ര ചെയ്യുന്നു, കൃഷിക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലാണ് ഈ പാലം ഉള്ളത്. ഇവിടുത്തെ നാട്ടുകാർ അതിൻ്റെ പ്രതിഷേധത്തിലാണ്. ഓരോ ഇലക്ഷൻ കാലവും വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ആ മണ്ഡലത്തിലെ വികസനവും വികസനമില്ലായ്മയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇന്ന് മങ്കട മണ്ഡലത്തിൽ കോടികളുടെ വികസനമാണ് MLA എടുത്തു കാണിക്കുന്നത്. അതേ മണ്ഡലത്തിലെ ഒരു പാലമാണിത്. 2 നാടുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, ഒരുപാട് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു പാലം, പാവപ്പെട്ട കർഷകരെ ആശ്രയിക്കുന്ന ഒരു പാലം, അമ്പലത്തിലേക്കുള്ള ഭക്തന്മാർ പോകുന്ന ഒരു പാലം. ഈ പാലത്തിനെ തിരിഞ്ഞു നോക്കാതെ പോകുന്നത് ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ഒരു പാലത്തിലൂടെയുള്ള യാത്രയിൽ അവിടെ ഒരു അപകടം സംഭവിക്കുമ്പോൾ അവിടെയുള്ള ഒരു സഹതാപമല്ല ജനങ്ങൾക്ക് വേണ്ടത്. അവിടെ വേണ്ടത് അവരുടെ ഒരു കരുതലാണ്. ഒരു പുതിയ പാലം എന്നൊരു കരുതലാണ് ഈ ജനങ്ങൾക്ക് വേണ്ടത്.